സുനിൽ ഐസക്കുടിനോട് ചേരുന്നു. സുനിൽ, രമേശ് ചെന്നിത്തലയുടെ പ്രതിഷേധം എവിടെ വരെ പോകും? അദ്ദേഹം ക്യാബിനറ്റിലേക്ക് ഇല്ല എന്ന് കേൾക്കുന്നു. തീർച്ചയായും അതിശക്തമായ പ്രതിഷേധത്തിലാണ് രമേശ് ചെന്നിത്തല ഉള്ളത്. ബി ഡി സതീശനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചതിന് പിന്നാലെയായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ രമേശ് ചെന്നിത്തലയെ ഫോണിൽ ബന്ധപ്പെടുന്നത്. അദ്ദേഹത്തോട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ഡി സതീശനെ തെരഞ്ഞെടുക്കാനുള്ള തീരുമാനം ICCയുടെ തീരുമാനം അറിയിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സമവായത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ചെന്നിത്തലയ്ക്ക് നൽകാൻ പോകുന്ന ഏതെങ്കിലും ഒരു പദവിയെക്കുറിച്ചോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഏതെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചോ സംസാരിക്കാൻ പോലും ഖാർഗെ തയ്യാറായില്ല. തനിക്ക് അതിശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട്. തന്റെ സീനിയോറിറ്റി പരിഗണിക്കണം എന്ന് വിളിച്ച സമയത്തും രമേശ് ചെന്നിത്തല മല്ലികാർജ്ജുൻ ഖാർഗെയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് നിലവിലിപ്പോ AICCയുടെ തീരുമാനം ഇതാണ്. ഇത് അംഗീകരിക്കുക, പാർട്ടിയുടെ നിലപാട് അംഗീകരിക്കുക, അതിനൊപ്പം നിൽക്കുക, അങ്ങനെ അഭ്യർത്ഥിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് ഖാർഗെ ഫോൺ കട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് താൻ വലിയ തോതിൽ അപമാനിക്കപ്പെട്ടു എന്ന ഒരു വികാരം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങി മറ്റൊരിടത്തേക്ക് പോകുന്നത്. നേരത്തെ പറഞ്ഞത് ഹരിപ്പാടെ വീട്ടിലേക്കെന്നാണ്. പക്ഷേ അദ്ദേഹം ഹരിപ്പാടെ വീട്ടിലേക്കല്ല, മറ്റ് ഒരു സ്ഥലത്തേക്ക്, ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹം പോയി എന്ന വിവരമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. എന്തായാലും ഇന്ന് 4 മണിക്ക് ചേരുന്ന കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നില്ല. മാത്രമല്ല ക്യാബിനറ്റിലേക്ക് തൽക്കാലം ഇല്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ്, കടുത്ത നിലപാടിലാണ് രമേശ് ചെന്നിത്തല ഉള്ളത്. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത കേന്ദ്രങ്ങളുമായി നമ്മൾ ഇപ്പോൾ സംസാരിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് വലിയ തോതിൽ അപമാനിക്കപ്പെട്ടു എന്ന ഒരു വികാരമാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ക്യാബിനറ്റിന്റെ ഭാഗമാകാനോ ഒപ്പം നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. അതായത് രമേശ് ചെന്നിത്തല കടുത്ത നിലപാടിലേക്ക് പോകുന്നു. പക്ഷെ അദ്ദേഹത്തിനൊപ്പമുള്ള MLA-മാർ എന്ത് തീരുമാനമെടുക്കും, അവർ ഈ യോഗത്തിൽ പങ്കെടുക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരത്തെ 2-3 MLA-മാർ വന്നിരുന്നു, അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അവരൊക്കെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചെന്നിത്തല മാത്രമായിരിക്കും ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. എന്തായാലും ഇത്രയും ജൂനിയറായ VD സതീശന്റെ കീഴിൽ മന്ത്രിയായി മന്ത്രിസഭയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം